ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു കണ്ടൻസർ മൈക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വിഷ്വൽ ക്വാളിറ്റിയും ഒന്ന് സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി കൂട്ടാനായിട്ട് വളരെ കുറഞ്ഞ ചെലവിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ഇന്നലെ ഇത് കിട്ടിയിട്ട് 2 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഈ സാധനം ഡെലിവേർഡ് ആയി. അപ്പൊ എന്താ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഇതാണ് ബോയയുടെ മൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 വീഡിയോ 300 വീഡിയോത്തോളം ഇതിന്റെ കാണാനായിട്ട് സാധിക്കും. എന്താ കാണുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപേന്റെ താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടൻസർ മൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന, ഇപ്പൊ നമ്മളിത് കണക്ട് ചെയ്തിട്ടല്ലാത്ത വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്തിട്ട് വോയിസുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം ലെവലിയർ അല്ലെങ്കിൽ കണ്ടൻസഡ് മൈക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DSLR ക്യാമറകൾക്ക് വേണ്ടിയിട്ടാണ് വരിക. ഇത് തന്നെ നമുക്ക് ഇതിന്റെ പ്രൈസ് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അതിനുശേഷം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇതില്ലാതെ എങ്ങനെയുണ്ട് സൗണ്ട്, ഇതുണ്ടായിട്ട് എങ്ങനെയുണ്ട് സൗണ്ട്. ഫസ്റ്റ് നമുക്ക് അൺബോക്സിംഗിൽ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടണമെന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്ന 6 മീറ്റർ ലെങ്ത്തുള്ള വയറാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പൗച്ച് ഉണ്ട് കൊണ്ടു നടക്കാനുള്ളത്, ബാറ്ററി ഉണ്ട്, പിന്നെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലഗ് ഉണ്ട്, പിന്നെ ബോയർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത്ര മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് ഈ ബോക്സിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് ഇത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് ഇന്നലെ കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ടെസ്റ്റിംഗ്, ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ ഒപ്പം കിട്ടുന്ന ബോക്സ് ആണ് കേട്ടോ, ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് വരുന്ന മൈക്ക്. ഇത് നമ്മുടെ സാധാരണ മൊബൈലിൽ കുത്താൻ പറ്റിയിട്ടുള്ള 3.5 mm ജാക്കിൽ കുത്താൻ പറ്റിയിട്ടുള്ള പ്ലഗ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഫോൺ മോഡിലേക്ക് ഇടാനുള്ളതും രണ്ടാമത്തെ ക്യാമറയിലേക്ക് ഇടാനുള്ളതും. ക്യാമറയിലേക്ക് ഇടുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ബാറ്ററി, മൊബൈലിൽ ഇടുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഇൻസെർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇപ്പൊ ബാറ്ററി ഓപ്ഷൻ എടുക്കുന്നുണ്ട്. മൊബൈലിൽ ഇടുന്ന സമയത്ത് ഇത് അടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓഫാണ്. നമുക്ക് ബാറ്ററി എടുക്കേണ്ട ആവശ്യമില്ല മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇൻ കേസ് DSLR ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ഇതിന്റെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താ കാണുന്നുണ്ടെങ്കിൽ DSLR നിന്നൊന്നും പവർ ഔട്ട്പുട്ടിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പവർ വേണം ഇതിന്റെ ക്യാപ്ചർ ചെയ്യാനായിട്ട്. മൊബൈലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മൊബൈലിൽ നിന്നുള്ള പവർ ഈ മൈക്കിന് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് ബാറ്ററി യൂസ് ഇല്ല പറഞ്ഞത്. പൊതുവെ DSLR വാങ്ങുന്ന ആൾക്കാർ ഇതിനേക്കാളും വില കൂടിയ DSLR വാങ്ങാൻ കാശുണ്ടെങ്കിൽ എന്തായാലും ഇതിന് നല്ല മൈക്കൊക്കെ വാങ്ങും. ബട്ട് നമുക്കൊരു 1000 രൂപ റേഞ്ചിൽ ഇതിനുമാതിരി തന്നെ നമുക്ക് JBL കിട്ടും. JBLനേക്കാളും എത്രത്തോളം അതിനേക്കാളും നല്ല ഒരു കണ്ടൻസർ മൈക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ബോയ BY-M1 എന്ന് വന്നിട്ടുള്ള മൈക്കിനെ കുറിച്ചിട്ട്. അപ്പൊ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. ഇപ്പൊ ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തു. ഇതിന്റെ ബോയയുടെ തന്നെ വേറെ ഉണ്ട്, JBLന്റെ കുറെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വില കുറവിലും ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 779 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓഫർ ടൈം ഒക്കെ വരികയാണെങ്കിൽ നമുക്കിതൊരു 700 രൂപയ്ക്കൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വന്ന പ്രൈസ് എന്നുണ്ടെങ്കിൽ 779 രൂപയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മൈക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്നുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളത് ഒന്ന് കേട്ട് നോക്കാം. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോയയുടെ മൈക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓഫിലിട്ടാൽ മതി, ഓണിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓഫിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി യൂസ് ആവില്ല, അത്രത്തോളം നമ്മുടെ ബാറ്ററി സേവ് ആവും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഹോൾഡർ ഉണ്ട്, ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പറയാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും മൈക്ക് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്ര വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ എമൗണ്ടുള്ള സാധനങ്ങളാണ്. അറൗണ്ട് ഞാൻ പറഞ്ഞല്ലോ 779 രൂപയ്ക്കാണ് നമുക്ക് ഓഫർ ടൈമിൽ കിട്ടിയത്. ഓഫർ ടൈം ആകുമ്പോൾ ഇത്രയും കൂടിയും മറ്റേ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് 700 രൂപയ്ക്കൊക്കെ ഈ മൈക്ക് കിട്ടും. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇത് പുറത്ത് പോയിട്ടാണ് കേട്ടോ. നമുക്ക് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ടും വെക്കാണ്ടും എങ്ങനെയുണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്തൗട്ട് മൈക്കാണ് കേട്ടോ. അപ്പോൾ മൈക്ക് ഒന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. സാധാരണ ക്യാമറയിൽ സാധാരണ ഓഡിയോ ആണ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ കേൾക്കാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിലുള്ള വല്ല സൗണ്ടുകളും കാര്യങ്ങളും കൂടുതലായിട്ട് എൻഹാൻസ് ആയിട്ട് കേൾക്കണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും മിക്സ് ആയിട്ടായിരിക്കും കേൾക്കണ്ടാവുക. ഇനി നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. മൈക്ക് ഇതായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ കേട്ട സൗണ്ടും ഇപ്പോഴത്തെ സൗണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ നന്നായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സൗണ്ടിന് എത്രത്തോളം എനിക്കിപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് കേട്ടിട്ട് പറയാം. ഇപ്പോൾ നല്ല കോഴികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ കേട്ട സൗണ്ടും നമ്മൾ വിത്തൗട്ട് മൈക്ക് യൂസ് ചെയ്തതും ഇപ്പോൾ യൂസ് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മൈക്ക് സജസ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ചാനൽ വേണമെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ഏറ്റവും ബെസ്റ്റ് മൈക്കാണ് ഈ ബോയയുടെ BY-M1 എന്ന് വന്നിട്ടുള്ള മൈക്ക്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.